ഹലോ ഗൈസ്, ഇന്ന് വിക്കിമോന് ചിക്കൻ തിന്നാൻ ഭയങ്കര പൂതിട്ടോ. കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ട് വിക്കിമോന് 3-4 ദിവസം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നൊരു രോഗമല്ലേ, തക്കാളിപ്പനി. അപ്പോൾ അത് കയ്യിലും കാലിലും മൊത്തത്തിൽ നാവിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാവം വിക്കിമോന് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചിക്കനൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഒന്നും വാങ്ങിക്കൊടുത്തില്ല. 3 ദിവസം ഭയങ്കര കരച്ചിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതാ ഇന്ന് ചിക്കനും കഞ്ഞി അവിടെ തന്നെ ഉണ്ട്. പക്ഷെങ്കിൽ ചിക്കൻ ഇതാ 4-3 കഷ്ണം കൊടുത്തായിരുന്നു. അതിൽ എല്ലാം ആക്കിയിരുന്നു. ഒരു ചിക്കൻ്റെ ഇതാ കാണിച്ചോണ്ട് അമ്മയ്ക്ക് കണ്ടോ. ചിക്കൻ എന്ന് വെച്ചാൽ അച്ഛനും മോനും ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് കിട്ടോ. ഇപ്പം ആൾ ഉഷാറായിട്ടോ. അസുഖമൊക്കെ മാറി, മെഡിസിനൊക്കെ കറക്റ്റ് ടൈമിന് കൊടുത്ത് മാറ്റിയെടുത്തു. ഇത് കുഞ്ഞുങ്ങൾക്ക് വന്നാലുള്ള ഭയങ്കര പ്രശ്നം തന്നെ. അമ്മമാർക്കായാലും വീട്ടിലുള്ളവർക്കായാലും ഇവരെ അസ്വസ്ഥത കാണുന്നേരം ഭയങ്കര പ്രശ്നമാണ്. ഒന്നും കഴിക്കാൻ പറ്റാത്തത് അതാ അതിലും വലിയ പ്രശ്നം. ഇതാ വായ നിറച്ചിട്ട് ചവച്ചോണ്ട് നിൽക്കുക. വെള്ളം കുടിക്ക് വിക്കി. ആ വെള്ളം കുടിക്ക്. ഇന്ന് കഞ്ഞി കുടിക്കുന്നു തോന്നുന്നില്ല. ഉള്ള പീസ് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ചിക്കൻ എന്താ ഇവിടെ ഏട്ടൻ നല്ല ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറിച്ചെടുക്കണം. കണ്ടോ ആ ഭാഗം തിരിച്ചിട്ട് മുരിഞ്ഞോണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്കുള്ളതാണ്. എല്ലാം ആക്കിയിട്ട് ഇല്ല ഇത് തീർത്ത് 4-5 കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചിക്കൻ എടുത്തിട്ട് നല്ല അത് തിന്നിട്ട് എങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കുക. വിക്കുമോനായതേ വിക്കുമോൻ്റെതാ ചിക്കൻ. എടുക്കല്ലേ. 2 കിണിക്കാച്ചി പൂച്ചകൾ ഓടി വന്നിട്ടുണ്ട്. ഇതിവിടെ അടുത്തുള്ള പൂച്ചകളാട്ടോ. എന്ത് രസം. എന്തേലും കിട്ടുമോ എനിക്ക്. ഇതിൻ്റെ ഇഷ്ടപ്പെടുത്താലോ. അവിടെയുള്ള കൊച്ചൂരുണ്ട്. ചെറിയ രക്ഷണത്തിൽ അപ്പോൾ വിക്കിമോൻ ഇവിടുന്ന് ചിക്കൻ മാത്രം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിക്കനൊക്കെ കഴിഞ്ഞു. ഇനി കഞ്ഞി എങ്ങനെയെങ്കിലും കൊടുക്കണം. ഒരു തുള്ളി കുടിച്ചിട്ടില്ല. അപ്പം അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ബായ് വിക്കി. ബായ് പറയും. ഒരു ബായും ഇല്ല. ചിക്കൻ എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഞാൻ